നമുക്ക് ഒരാൾക്ക് ഒരു 8ന്റെ പണി കൊടുക്കണം എന്ന് ഇറങ്ങി തിരിച്ചാൽ നമുക്ക് ഈ വിഷ്ണുമായയും കൊണ്ട് 8ന്റെ പണി കൊടുപ്പിക്കാൻ പറ്റും. പ്രേമാണെങ്കിൽ പ്രേമം, അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ ബിസിനസ്, സ്ഥലം വിൽക്കേണ്ടതാണെങ്കിൽ വിൽക്കണം, അല്ലെങ്കിൽ മകളുടെ കല്യാണം, അങ്ങനെയുള്ള ഇത്യാദി വിഷയങ്ങൾ കാര്യസാധ്യം എന്ന് പറയുക. അപ്പോൾ ആ മന്ത്രത്തിൽ ഈ കാര്യസാധ്യം ചൊല്ലിയിട്ടാണ് തർപ്പണം ചെയ്യുക. പ്രതിഷ്ഠ വെച്ചിരിക്കുന്നതിൻ്റെ അവിടെ പോയി അരുളപ്പാട് വാങ്ങിച്ച് തിരിച്ചു വരുന്നത്. ആ അരുളപ്പാട് വാങ്ങിക്കുന്ന സമയം ശരിക്കും ഭഗവാൻ തിരുമേലെടുത്ത് സംസാരിക്കുമോ? ഒരു ഭക്തനും ഒരിക്കലും ഭഗവാനോട് ചോദിക്കരുതാത്ത ഒരു കാര്യം എന്തായിരിക്കും? സ്വാമിക്ക് മധു അതിപ്രിയമാണ്, അതുപോലെ തന്നെ മാംസ്യം അതിപ്രിയമാണ്, താമ്പൂലം. ഇതാണ് മുഖ്യമായിട്ടുള്ളത്. പിന്നെ നമ്മൾ ഉപാസകൻ എന്തൊക്കെ ഭക്ഷിക്കുന്നോ അതെല്ലാം ഭഗവാന് സമർപ്പിക്കാം. വിഷ്ണുമായ സമ്പ്രദായത്തിൽ വ്യാപാരച്ചാത്തൻ, വാണിഭച്ചാത്തൻ എന്ന് പറയുന്ന കുട്ടിച്ചാത്തന്മാരുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് കാര്യങ്ങൾ സാധിക്കാനും പ്രശ്നപരിഹാരത്തിനുമായിട്ട് ആൾക്കാർ വരുന്നു. അതെ. എങ്കിൽ ഇതിനകത്ത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ കേട്ടറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, നല്ല കാര്യങ്ങൾ ചെയ്യാനും ചീത്ത കാര്യങ്ങൾ ചെയ്യാനും ഇതേപോലെ വിഷ്ണുമായ സ്വാമിയെ സമീപിക്കുന്നുണ്ട് എന്നുള്ളൊരു ഇത്. ഇതിനകത്ത് ശരിക്കും ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും ചെയ്യുന്നുണ്ടോ ആൾക്കാർ? അത് ചെയ്താൽ ശരിക്കും നെഗറ്റീവായിട്ട് അങ്ങനെ മോശമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമോ? അങ്ങനെ നടക്കുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ? മോശമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ മഠങ്ങളിലായാലും എല്ലാ സ്ഥലങ്ങളിലായാലും ധാരാളമായി കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കച്ചവടക്കാരാണ്. കച്ചവടം, ബിസിനസ്. അതിൽ പിന്നെ ഒരു അർത്ഥമുണ്ടല്ലോ. വിഷ്ണുമായ സമ്പ്രദായത്തിൽ വ്യാപാരച്ചാത്തൻ, വാണിഭച്ചാത്തൻ എന്ന് പറയുന്ന കുട്ടിച്ചാത്തന്മാരുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അത് വെച്ചുകൊണ്ടാണ് ഈ വ്യാപാരികൾ. അപ്പം ആ അർത്ഥത്തിൽ ഉള്ള ആൾക്കാരാണ് കൂടുതൽ വരുന്നത്. വ്യവസായികളും അതുപോലെ തന്നെ ഫാക്ടറി, റിയൽ എസ്റ്റേറ്റ്, അങ്ങനെ അനുബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അവര് വിഷ്ണുമായയുമായിട്ട് ബന്ധം അല്ല, അതൊരു വേറൊരു വിഷ്ണുമായയുടെ ബന്ധം തന്നെ. വിഷ്ണുമായയുടെ ഈ 400-ൽ 10 കുറ കുട്ടിച്ചാത്തന്മാരിലുള്ള ഒരു വിഭാഗമാണ് വാണിഭച്ചാത്തൻ, ഉമാമച്ചാത്തൻ. അങ്ങനെ. അപ്പൊ അവരെ മാത്രം നമ്മള് വ്യാപാരച്ചാത്തൻ അല്ലെങ്കിൽ വാണിഭച്ചാത്തൻ എന്ന് പറയുന്നുള്ള രീതിയിലുള്ള. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള കരുശക്തി എന്നാണ് അതിനെ പറയാ. ആ കരുശക്തി ആ വാണിഭച്ചാത്തന്റെ മന്ത്രത്താൽ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഓരോ സെക്ടറിനും ആൾക്കാരുണ്ട്. ആക്ച്വലി ഉണ്ട്. പക്ഷെ അത് കോമൺ ആയിട്ട് അങ്ങനെ ആരുടെ അടുത്തും പറയില്ല എന്ന് മാത്രം. പക്ഷെ അത് തത്വത്തിൽ അതാണ് അതിന്റെ സമ്പ്രദായത്തിൽ ചെയ്യുന്ന ഇത്. വ്യാപാരച്ചാത്തനെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള നാമങ്ങളും മന്ത്രങ്ങളും തന്നെയാണ് കൊടുക്കുക. ഇപ്പം നമുക്ക് ഒരാൾക്ക് ഒരു 8ന്റെ പണി കൊടുക്കണം എന്ന് ഇറങ്ങി തിരിച്ചാൽ നമുക്ക് ഈ വിഷ്ണുമായയും കൊണ്ട് 8ന്റെ പണി കൊടുപ്പിക്കാൻ പറ്റുമോ? അത് അഥർവ സമ്പ്രദായത്തിൽ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സ്വാത്വിക സമ്പ്രദായത്തില് കൗളാചാരം ചെയ്യുന്ന ആൾക്കാർ അത് ചെയ്ത് കൊടുക്കാറില്ല. അങ്ങനെ ഒരു ആപത്തോ ദുർഘടോ വരുത്താറില്ല. അത് അഥർവകർമ്മത്തിന്റെ കാറ്റഗറിയിലാണ് അത്. അഥർവകർമ്മം എന്ന് പറഞ്ഞാൽ ഈ കൂടോത്രം പോലെ, കൂടോത്രം, ബ്ലാക്ക് മാച്ച്. അപ്പൊ അതിന് ഈ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ കൂടോത്രത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ഭഗവാനെ ഏത് ഈ ചാത്തനെയാണോ അതോ കരിങ്കുട്ടിയാണോ അല്ലെങ്കിൽ ഏത് വിഭാഗക്കാരെയാണ് നമ്മള് അതില് പറയാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴമക്കാർ ചൊല്ലുന്ന ഒരു ചൊല്ലാണ് കാര്യത്തിന് കരിങ്കുട്ടി എന്ന് പറയും എന്നൊരു ചൊല്ലുണ്ട്. ആ ചൊല്ലില് ആ സമ്പ്രദായത്തിൽ കരിങ്കുട്ടി, അതുപോലെ നീജക്കുട്ടി എന്ന് പറയുന്നുണ്ട്, പറക്കുട്ടി എന്ന് പറയുന്നുണ്ട്, തീക്കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരെയാണ് നമ്മൾ അങ്ങനെയുള്ള ചാത്തന്മാരെ വെച്ചിട്ടാണ് അത് ചെയ്യുക. അത് അഥർവകർമ്മത്തിലുള്ള കാറ്റഗറിയിലാണ്. സാധാരണ ക്ഷേത്രങ്ങളും ഈ മഠങ്ങളിലൊന്നും അങ്ങനെ അഥർവമായ കർമ്മങ്ങൾ, ഈ നശീകരണ പ്രവർത്തനത്തിലും പ്രവണതയുള്ള കർമ്മങ്ങൾ ആരും ചെയ്തു കൊടുക്കാറില്ല. ഓക്കെ. അപ്പൊ ഒരു തിരുമേനിക്ക് ഇപ്പം വിഷ്ണുമായ പൂജ ചെയ്യുന്നതും പൂജാവിധികൾ കൊടുക്കുന്ന ഒരു തിരുമേനിക്ക് ഒരു ആവശ്യം മുന്നിൽ വന്നാൽ നമുക്ക് ഈ കരിങ്കുട്ടിയുടെ ഹെൽപ്പ് കൊണ്ടും ആ കാര്യം സോൾവ് ചെയ്ത് കൊടുക്കാനായിട്ട് വിഷ്ണുമായ തന്നെ മെയിൻ വെച്ച് കരിങ്കുട്ടിയുടെ ഹെൽപ്പ് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന തിരുമേനിമാരുണ്ടോ? ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എന്താ പറയാ,
അവിടെ ഒരു കുക്ഷികൽപ്പ സങ്കല്പമുണ്ട്. ഏത് വിഷ്ണുവായ ക്ഷേത്രത്തിൽ ഒരു കുക്ഷികൽപ്പ സമ്പ്രദായം ഉണ്ട്. കുക്ഷികൽപ്പം എന്ന് പറഞ്ഞാല് അതായത് അവിടെ ഈ 390 410 കുട്ടിച്ചാത്തന്മാർക്ക് ആവശ്യമായ ശാക്തായ കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലമാണ് അത്. മനസ്സിലായി. അതായത് സാത്വികമായിട്ടുള്ള ഗുരുതി കൊടുക്കുക, അതിനുള്ള അവിടുത്തെ വിധാനത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുക. അപ്പൊ അവിടെ ആക്ച്വലി ഈ 390 ചാത്തന്മാരിൽ ഉള്ളതാണ് കരിങ്കുട്ടി. അപ്പൊ അവിടെ ആ സങ്കല്പത്തിൽ ചെയ്യുമ്പോ ഈ സമ്പ്രദായത്തിൽ എല്ലാതും വരും. അപ്പൊ അതുകൊണ്ട് തെറ്റില്ല. അത് അതിന് വേണ്ടിയിട്ടുള്ളതല്ല, കാര്യസാധ്യ പൂജ എന്നാണ് പറയാ. അപ്പൊ ചിലര് അത് ഗോപ്യമായി ഉള്ളിൽ വെച്ച് പറയും, അല്ലെങ്കിൽ നമ്മള് ഇപ്പൊ കർമ്മം ചെയ്യുമ്പോ ആക്ച്വലി പറയും, കാര്യസാധ്യം പറയാൻ പറയും. അപ്പൊ അവര് പറയണം, അവർക്ക് പ്രേമാണെങ്കിൽ പ്രേമം, അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ ബിസിനസ്, സ്ഥലം വിൽക്കേണ്ടതാണെങ്കിൽ വിൽക്കണം, അല്ലെങ്കിൽ മകളുടെ കല്യാണം, അങ്ങനെയുള്ള ഇത്യാദി വിഷയങ്ങൾ കാര്യസാധ്യം എന്ന് പറയാ. അപ്പൊ ആ മന്ത്രത്തിൽ ഈ കാര്യസാധ്യം ചൊല്ലിയിട്ടാണ് തർപ്പണം ചെയ്യുക. പറഞ്ഞുതരാം. അപ്പൊ അതിൽ കരിങ്കുട്ടി അല്ലെങ്കിൽ ഈ വിധാനത്തിലുള്ള എല്ലാ മൂർത്തികളെയും ഉൾക്കൊണ്ടാണ്. അതിൽ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിക്കും മേലെയായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂർവികമായ കുക്ഷികൽപ്പ മന്ത്രത്തില് 64,000 കോടി അസുരമുഹൂർത്തികൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലോസ് ഉണ്ട് അതില്. അപ്പൊ അതില് കാളി കൂളി ധൂമാവതി എന്ന് പറഞ്ഞിട്ടുള്ള കാളി വിധാനത്തിലും കൂടെ ഉൾപ്പെട്ടിട്ടുള്ള മൂർത്തികളുണ്ട്, അസുരമൂർത്തികൾ. 64,000 അസുരമൂർത്തികൾ എന്ന് പറയുമ്പോ അറിയാലോ, നമുക്ക് ഹിന്ദുക്കൾക്ക് 3,000 മുക്കോടി എന്നേ പറയുള്ളൂ. പക്ഷെ ഈ പൂർവിക മന്ത്രത്തില് നമ്മൾക്കൊക്കെ തന്നുള്ള ഗുരുനാഥന്മാരുടെ ഈ മന്ത്രങ്ങളിലൊക്കെ 64,000 കോടി അസുരമൂർത്തികൾ എന്നാ പറഞ്ഞിട്ടുള്ളത്. അതിലാണ് ഈ കാളി കൂടി ധൂമാവതി എന്ന് പറയുന്ന സമ്പ്രദായം കൂടി ഉൾക്കൊണ്ടുവരുന്നത്. പക്ഷെ അതിന് ചിട്ടപ്രകാരം ഇല്ല എന്ന് മാത്രം, മന്ത്രത്തിൽ ഉൾക്കൊണ്ടിട്ടാണ് അതിന്റെ ആചരണം. ഹെൽപ്പ് ചോദിക്കാൻ ഒരുപാട് പേരാണ്. അതും കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ കുക്ഷികൽപ്പ കർമ്മത്തിന് പ്രാധാന്യമുള്ളതും. അപ്പൊ വിഷ്ണുമായിക്ക് ഇവിടെ സാന്നിധ്യം ആക്ച്വലി ഉണ്ടാവില്ല, കുട്ടിച്ചാത്തന്മാർക്കാണ് കാര്യസാധ്യമായതുകൊണ്ട്. അവിടെ എന്തായാലും കർമ്മങ്ങൾ ഉള്ളതാണ്. അതുപോലെ ഇത് ഈ വിഷ്ണുമായ പൂജാവിധികൾ സ്ത്രീകൾ ചെയ്യുന്ന സമ്പ്രദായം ഉണ്ടോ? ഉണ്ട്. സ്ത്രീകൾക്കും ചെയ്യാം. എന്റെ അടുത്ത് ഉപാസന എടുത്തുള്ള സ്ത്രീകളുണ്ട്. അതിന് ചിട്ടവട്ടങ്ങള് നോക്കുക എന്നുള്ളതാണ്. ഈ വിഷ്ണുമായിക്ക് പ്രത്യേകിച്ച് നമ്മൾ പ്രീതിപ്പെടുത്താനായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നത്, അതായത് ഇപ്പം ചിലര് പഴവർഗ്ഗങ്ങൾ കൊടുക്കും, അല്ലെങ്കിൽ ദേവിക്കാണെങ്കിലും മാതളം കൊടുക്കുന്നതുണ്ട്. അങ്ങനെ ഈ വിഷ്ണുമായ സ്വാമിക്ക് നമ്മൾ എന്താണ് കൊടുക്കുന്നത്? വിഷ്ണുമായ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ്? ഇഷ്ടമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാമിക്ക് മധു അതിപ്രിയമാണ്, അതുപോലെ തന്നെ മാംസ്യം അതിപ്രിയമാണ്, താമ്പൂലം, ഇതാണ് മുഖ്യമായിട്ടുള്ളത്. പിന്നെ നമ്മൾ ഉപാസകൻ എന്തൊക്കെ ഭക്ഷിക്കുന്നു അതെല്ലാം ഭഗവാന് സമർപ്പിക്കാം. ഇപ്പൊ ചിലർ പറയും മാങ്ങ കൊടുക്കാൻ പാടില്ല, ചക്ക കൊടുക്കാൻ പാടില്ല. പക്ഷെ ഇതൊന്നുമല്ല, എല്ലാതും കൊടുക്കാം. പക്ഷെ അതില് ശുദ്ധി ഉണ്ടാവണം, ശുദ്ധമായിരിക്കണം. അത് നിഷ്കർഷയുണ്ട്. പയറ് കൊടുക്കും, ചെറുപയർ പോലും കൊടുക്കും, ഇതാക്കി വെച്ചിട്ട് കടല ഒക്കെ കൊടുക്കും. അതിലൊന്നും ഒരാൾക്ക് എന്തിഷ്ടമുണ്ടോ അതെല്ലാം. നമ്മളെ എന്തൊക്കെ ഭക്ഷിക്കുന്നോ, ഉപാസകൻ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ. പക്ഷെ ഉപാസകൻ കഴിക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വിധിപ്രകാരം തന്നെയല്ലേ കഴിക്കുള്ളൂ. അതിൽ നിശ്ചിതമായ കുറെ സാധനങ്ങളുണ്ട്, അത് ഉപയോഗിക്കാറില്ല. ഇപ്പം നമ്മൾ ഇതിനകത്ത് പല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും പറഞ്ഞു, എങ്കിൽ ഇതിനകത്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും കൂടോത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ പൊതുവെ സനാതന ധർമ്മവിശ്വാസികൾ കർമ്മഫലം എന്നുള്ളൊരു കാര്യത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ. അതെ. നമ്മൾ മോശമായ ഒരു കാര്യം, നെഗറ്റീവായ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും അത് തിരിച്ചടിക്കില്ലേ? തീർച്ചയായും. അതായത് ആർക്കു വേണ്ടി എന്തു ചെയ്തോ, ഇപ്പൊ നമ്മൾ ഒരാൾക്ക് വേണ്ടി മാഡം നേരത്തെ ചോദിച്ച പോലെ ഒരു പ്രതിക്രിയ ചെയ്തു കഴിഞ്ഞാൽ പ്രകൃതിക്ക് നിരക്കാത്ത, അതായത് സാമൂഹ്യ നീതിക്ക് നിരക്കാത്തൊരു കാര്യം ചെയ്താൽ അതിന് കൃത്യമായിട്ടും തിരിച്ചടിയുണ്ട്. അദ്ദേഹത്തിന് 50% കിട്ടും, 25% ആർക്ക് വേണ്ടി ചെയ്തോ അവർക്കും കിട്ടും. അതിൽ കോംപ്രമൈസ് ഇല്ല, അത് നിശ്ചയമാണ്. അത് ഏത് തരത്തിലെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എനിക്കായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ അടുത്ത പരമ്പരയ്ക്കായിരിക്കാം, എൻ്റെ അല്ലെങ്കിൽ ഇതേ സെയിം ജനറേഷനിലായിരിക്കാം. അതിൽ യാതൊരു മാറ്റമില്ല. ഒരു പന്ത് ചെമരിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെമരിൽ നിൽക്കില്ല, അത് തിരിച്ചു വരും.
അതുപോലെ തന്നെ സംശയമില്ല അതിൽ. ഓക്കെ. അപ്പം നമ്മള് ഇപ്പം ഒരു ആവശ്യവുമായിട്ടൊരു തിരുമേനിയുടെ അടുത്ത് വരുന്നു. നമ്മുടെ ആവശ്യം നടന്നു. അതെ. നടന്നു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആ ഫോളോ അപ്പ്, അതായത് ഇപ്പം നമ്മൾ ആവശ്യത്തിന് വരുമ്പം വിഷ്ണുമായ നമ്മൾ ഉൾക്കൊണ്ടാണല്ലോ നമ്മളത് ആ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി വിഷ്ണുമായോടുള്ള ഭക്തി തുടങ്ങി വെച്ചു. ആവശ്യം നമ്മുടെ പൂർത്തിയായി. നമ്മൾ തിരിച്ചു വീട്ടിൽ വന്നു. തിരിച്ചു വീട്ടിൽ വന്നു കഴിഞ്ഞ് വീണ്ടും ഈ വിഷ്ണുമായ നമ്മൾ അടുത്ത ആവശ്യത്തിന് നമ്മൾ അപ്രോച്ച് ചെയ്യുള്ളൂ, അതോ ഈ വിഷ്ണുമായോടുള്ള ഭക്തി നമ്മൾ കണ്ടിന്യൂ ചെയ്യണോ? കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. പക്ഷേ ഭഗവാന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട്. ഭഗവാൻ ലോകവശ്യപ്രിയനാണ്. അപ്പോൾ നമ്മൾക്ക് എക്സാമ്പിൾ പറയാം. ശബരിമലയിൽ ഒരിക്കലും പോവാത്ത ഒരാൾ ഒരു പ്രാവശ്യം പോയാൽ പിന്നീട് ആ വർഷം അടുത്തൊരു സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഇൻഡ്യൂഷൻ ഉണ്ട്. സംഭവം കഷ്ടമാണ്, കുറേ ബുദ്ധിമുട്ടാണ്, പക്ഷെ എങ്കിൽ കൂടെ എന്നാലും ഭഗവാനെ പോയി കാണാം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് കോടാനുകോടി ജനങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് വിഷ്ണുമായ എൻ്റെ ഒരു കാര്യം നടത്തി തന്നു. ഭഗവാന്റെ രൂപം അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു കാര്യം എനിക്ക് നടത്തിയിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇടയ്ക്കിടയ്ക്ക് മൈൻഡിൽ വരിക. ഇനിയിപ്പോൾ അത് ചെയ്തില്ലെങ്കിലും വിരോധം ഉണ്ടായിട്ടല്ല, നമ്മൾ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞ ഉപാധി, ഭഗവാന്റെ നേർക്കുള്ള ഒരു ഉപാധി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കുക, അതവിടെ കഴിഞ്ഞു. പക്ഷെ വീണ്ടും നമ്മൾക്ക് തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയാണോ അവരിലേക്ക് ആ ഭഗവാന്റെ ചൈതന്യത്തിന്റെ ഒരു അംശം ബാക്കി നിൽക്കുന്നെന്നാണ് പറയണത്. അപ്പൊ എന്തായാലും നമ്മളെ തിരിച്ചു കൊണ്ടുവരിക്കും. നമ്മൾ പോണ്ട, നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഇൻഡ്യൂഷൻ ഉണ്ടാവും. ഓക്കെ. അപ്പൊ നേരത്തെ ശാസ്താവിന്റെ പറഞ്ഞ പോലെ തന്നെ ഇത് ആ ഒരു ക്ലബാണിത്, അത് തന്നെയാണ് അതിന്റെ ഒരു വൈബ്. മനസ്സിലായി. അപ്പൊ തന്നോട് ചേർത്തവരെ ഭഗവാൻ ഒരിക്കലും കൈവിടാറില്ല. അപ്പൊ അതിനുള്ള ഓർമ്മകൾ കൊടുത്തോണ്ടിരിക്കുകയും ചെയ്യും. ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊടുത്തോണ്ടിരിക്കുകയും ചെയ്യും. നേരത്തെ പൂർത്തിയാക്കാതെ ചോദിച്ചു നിർത്തിയ ഒരു ചോദ്യം ഞാൻ ഏറ്റെടുക്കാണ്. അതായത് ഇപ്പം ഒരു സാധാരണക്കാരന് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയ ഒരുപാട് സോഷ്യൽ മീഡിയ വഴി വിഷ്ണുമായ പോപ്പുലറായി. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തില് ഒരു സാധാരണക്കാരന് എങ്ങനെ തിരിച്ചറിയാം ഞാൻ അപ്രോച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ചെല്ലിന്റെ ആവശ്യവുമായി ചെല്ലുന്ന ഒരാള് അത് പ്രോപ്പറും സത്യസന്ധവുമായി ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും? ഒരിക്കലും പ്രത്യക്ഷ വ്യൂവില് അറിയില്ല, അദ്ദേഹത്തിന്റെ അനുഭവത്തിലൂടെ മാത്രമേ അറിയുള്ളൂ. മാഡം നേരത്തെ പറഞ്ഞ ഒരു അതാണ്, പ്രശസ്തമായ സ്ഥലത്ത് ചെന്നു പ്രശസ്തമായ കുറെ കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അറിയുള്ളൂ. അതിലുള്ള ഒരു മാറ്റം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരിക്കൽ പോയവര് 1000 പേരെ തടയും. അതേസമയം അങ്ങനെ ഇല്ലാത്ത സ്ഥലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരാൾ 1000 പേരെ പ്രൊവൈഡ് ചെയ്യും. ഇതാണ് സത്യം. മനസ്സിലായി. നമ്മളിപ്പോ പലപ്പോഴും കേൾക്കാറുണ്ട്, ആൾക്കാരെ മന്ത്രങ്ങളോ മന്ത്രവിധികളോ കൊണ്ട് നിയന്ത്രിക്കുന്നു, ഓരോന്ന് ചെയ്യിക്കുന്നു, അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ? ശരിക്കും നടക്കുന്നുണ്ടോ? അതായത് ഒരു പൂജകന്റെ കയ്യിൽ ലിസ്റ്റിലാണല്ലോ, പൂജകന്റെ കയ്യിൽ നമ്മളുടെ ഐഡന്റിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കാലോചിതമായിട്ട് കീഴ്പ്പെട്ട് നിർത്താൻ പറ്റും എന്നുള്ളത്. പക്ഷെ അതൊരു ചെറിയ കാലം മാത്രമേ നിൽക്കുള്ളൂ. പ്രകൃതിയിൽ വരുന്ന വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഭൂഗോളത്തിന്റെ ഗ്രഹങ്ങൾക്കും മാറ്റമുണ്ട്. അപ്പൊ ആ ഗ്രഹങ്ങൾ പ്രകാരം ആരെയാണോ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു ചെറിയ കാലഘട്ടം മാത്രം. ഗ്രഹപ്പകർച്ച വരുമ്പോൾ ഈ സംവിധാനം മാറും. പക്ഷെ പൂജകനറിയാം, എന്തറിയാം, ഗ്രഹനില മാറുന്നത് അറിയാം. അതേ സമയം ഈ മാറുന്ന അവസ്ഥ പ്രതിഭാഗത്ത് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മാറുമ്പോൾ ആള് പവർഫുൾ ആകുമ്പോൾ ഇദ്ദേഹത്തിന് അണ്ടർ കൺട്രോൾ കിട്ടില്ല. രണ്ട് വ്യക്തികളും രണ്ടും മനസ്സുമാണ്, രണ്ട് ശരീരവും രണ്ടും മനസ്സാണ്. അപ്പോൾ ഒരുപാട് കാലം പറ്റില്ല എന്നർത്ഥം. നിയന്ത്രിതമായ ചെറിയ കാലത്തിൽ മാത്രം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പൂജകളും മറ്റും ചെയ്യാനായി ഒരുപാട് പേര് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുന്നു. അവരുടെ വ്യക്തി വിവരങ്ങളും അവരെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളും അവരുടെ
ഗ്രഹനില പോലുള്ള മറ്റു കാര്യങ്ങളും എല്ലാം ഈ പൂജ ചെയ്യുന്ന വ്യക്തികൾക്ക് അറിയാം. അത് അങ്ങനെയുള്ള ഒരുപാട് പേഴ്സണൽ ഇൻഫർമേഷൻ കൈമാറിയതിനു ശേഷമായിരിക്കാം പൂജകൾ ചെയ്യിക്കുന്നതല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ ഈ പൂജ ചെയ്യുന്ന സ്ഥലങ്ങളിൽ കൊടുക്കുക എന്നത് വഴി നല്ലൊരു സ്ഥലമല്ല എങ്കിൽ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ നല്ല സമയം ചിലർക്ക് ഇപ്പൊ ഈ തിരുമേനിമാർക്ക് കേട്ടിട്ടുണ്ട്, അവരുടെ നമ്മുടെ നല്ല സമയം മാനിപ്പുലേഷൻ എന്ന് പറയുന്നൊരു സാധനം. അവർക്ക് നമ്മുടെ നല്ല സമയത്തെ നമുക്കൊന്ന് നമ്മളെ ഒന്ന് ദ്രോഹിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് തിരിച്ചു വരാത്തത് കൊണ്ട് അവന് ഞാനൊരു പണി കൊടുക്കും എന്നുള്ള ഒരു ഇത് തിരുമേനിമാർക്ക് തോന്നാറുണ്ടോ പേഴ്സണൽ ഗ്രൗണ്ടിൽ? അതായത് അതാണ് ഞാൻ പറഞ്ഞത്, യഥാർത്ഥ ഒരു ഉപാസകന് ഒരിക്കലും അത് ചെയ്യില്ല. പിന്നെ ഏത് വിധത്തിലും നമ്മളൊരു കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ബാധ പ്രയോഗം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യവും കാരണവും ഉണ്ടാവണം. അല്ലാതെ യാതൊരുവിധ കാരണവശാലും കാര്യവും കാരണമില്ലാണ്ട് ബാധയെ വിടാൻ പറ്റില്ല. ബാധ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുദോഷം. അതായത് മേഡത്തിന്റെ ഇന്നതാണ് പ്രശ്നം, ഇദ്ദേഹം ഇന്നതാണ് ചെയ്തതെന്ന് മേഡത്തിന്റെയാണ് സങ്കല്പം. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആളല്ല നിങ്ങൾക്കുള്ള ബാധാപ്രയോഗം ചെയ്തിട്ടുണ്ടാവുക. നമ്മളുടെ കാഴ്ചപ്പാടിൽ മാത്രമാണ് ഇദ്ദേഹം, പക്ഷെ വേറെ ഏതോ വിഷയത്തിൽ വന്ന് നിൽക്കുന്ന ബാധയായിരിക്കാം. അപ്പൊ മേഡം എന്ത് ചെയ്താലും അദ്ദേഹത്തിനൊന്നും ഏൽക്കില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്തിട്ടില്ല. ബാധേനെ നമ്മൾ വിടുമ്പോ ബാധയ്ക്ക് അറിയാം എവിടെ നിന്ന് വന്നു എവിടേക്ക് പോകണം എന്നുള്ളത്. അതാണ് അതിന്റെ തത്വം. അപ്പൊ ബാധ ഉണ്ടാവണമെങ്കിൽ കാര്യവും കാരണവും ഉണ്ടാവണം. മനസ്സിലായി. അപ്പൊ നമ്മളിപ്പം ഒരു പ്രശ്നം ചോദിച്ച് നമ്മളൊരു തിരുമേനി എടുത്ത് ചെല്ലുന്നു. തിരുമേനി ചിലയിടത്ത് കണ്ടിട്ടുണ്ട്, തിരുമേനി പ്രശ്നം കേൾക്കും, അത് കഴിഞ്ഞിട്ട് ചിലപ്പം പ്രതിഷ്ഠ വെച്ചിരിക്കുന്നതിന്റെ അവിടെ പോയി അരുളപ്പാട് വാങ്ങിച്ച് തിരിച്ചു വരുന്നത്. ആ അരുളപ്പാട് വാങ്ങിക്കുന്ന സമയം ശരിക്കും ഭഗവാൻ തിരുമേനി എടുത്ത് സംസാരിക്കുമോ? സംസാരിക്കുന്നതല്ല, നമ്മളതിന് ഉപാസിക്കുന്ന മന്ത്രങ്ങളാലും വരുന്ന അപേക്ഷകൻ അല്ലെങ്കിൽ അവിടേക്ക് പ്രാർത്ഥിക്കുന്ന വ്യക്തി അവരുടെ കാര്യം കൂടി ആ മന്ത്രത്താൽ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഇൻഡ്യൂഷൻ വരും. അത് പലതരത്തിലാണ്. ചിലവർക്കും ഉൾക്കണ്ണിൽ കാണുക എന്ന് പറഞ്ഞ പോലെ കാണുക. ഇപ്പൊ നിങ്ങൾ പറയാണ് എനിക്ക് ഇന്നൊരാളാണ് ശത്രു അല്ലെങ്കിൽ ഇന്നതാണെന്ന് പറയുമ്പോൾ നമ്മളെ ജസ്റ്റ് ഫോട്ടോ ചോദിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഇതാണ് അതിന്റെ ആളുടെ ഒരു രൂപരേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളോ കാര്യങ്ങളോ ചെയ്യുമ്പോൾ നമ്മൾക്ക് പൂർണ്ണ രൂപത്തിലല്ല, കുറെ കണ്ണ്, മൂക്ക്, ചെവി, വായ, കഴുത്ത്, അങ്ങനെ പല പല തലത്തില് നമ്മൾക്ക് അതിന്റെ ഒരു മാർഗങ്ങൾ, അതൊരു തെന്നി മറയുന്ന അവസ്ഥ മാത്രമായിരിക്കും. അല്ലാതെ എക്സാക്ട് ഇങ്ങനെ സ്ട്രക്ക് ചെയ്ത് നിന്നിട്ട് കാണിച്ചു തരാന്നല്ലത്. അപ്പൊ നമ്മള് അവരുടെ അടുത്ത് പറയും നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന ആളല്ല, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ രൂപം ഇങ്ങനെയൊക്കെയാണ്, ചുണ്ട് ഇങ്ങനെയാണ്, മൂക്ക് ഇങ്ങനെയാണ്, കാത് ഇങ്ങനെയാണ് കിട്ടാറുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ പറയും ഇതാണ് ഇങ്ങനെ രൂപത്തിലുള്ള ഒരാളാണ്, നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം എന്ന് പറയുമ്പോ അവർ ആലോചിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവരത് ശ്രദ്ധിക്കും, അപ്പൊ അറിയാം. അതുപോലെ തന്നെ അവർക്ക് ഈ കാര്യം സാധ്യമാകുമോ സാധ്യമാകില്ലേ എന്ന് പറയുമ്പോ നമ്മൾക്കറിയാം അതിന് ദീപത്തിന്റെ നിമിത്തമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അർച്ചിക്കുന്ന പൂ വീഴുന്ന വിധാനങ്ങളുണ്ട്. ഭഗവാന്റെ ഇവിടേക്ക് ഒരു പിടി പൂവിടുമ്പോ അതിലുള്ള വിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നിമിത്തങ്ങളുണ്ട്. നല്ല സ്വരങ്ങളും ചീത്ത സ്വരങ്ങളും അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഭക്തന്മാരോ അല്ലെങ്കിൽ അവിടുത്തെ കാര്യകർത്താക്കളുടെ വാക്കിൽ നിന്ന് വരുന്ന ഉച്ചാരണത്തിൽ വരുന്ന ഓരോ വാക്കുകൾക്കും അത് നിമിത്തമായിട്ട് എടുക്കുക ചെയ്യാം. അങ്ങനെയാണ് ഈ കാര്യം നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും. അതേസമയം ഭഗവാൻ നിയോഗത്തിൽ വരുന്ന സമയത്ത് വരുന്ന കാര്യങ്ങൾ വേറെയാണ്. അത് അദ്ദേഹത്തിന് ഉപാസനകളിലൂടെയും ഈ കർമ്മത്തിലൂടെയും വന്നുള്ള ഇൻഡ്യൂഷനിലാണ് പറയാ. ഒരു ചോദ്യം കൂടെ ഞാനൊന്ന് ചോദിക്കട്ടെ. അതായത് ഇന്ന് വിഷ്ണുമായയുടെ പേരില് ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെടുന്ന ഒരു സാഹചര്യം എന്താണ്? വഞ്ചിക്കപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരാറ് പറഞ്ഞ് കാശ് മേടിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. നടക്കാതെ പോകുന്ന സമ്പ്രദായമാണ് അത്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് മാന്യമായിട്ട് ഉള്ള ആൾക്കാർ അതിന് പ്രതികരിക്കാൻ പോകാറില്ല. അപൂർവം ചിലർ പ്രതികരിക്കാറുണ്ട്, പൈസ തിരിച്ചു മേടിക്കാറുണ്ട്. എൻ്റെ അടുത്തുനിന്നല്ല,
അങ്ങനെ വാങ്ങിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് എവിടെ എന്ത് എങ്ങനെയാന്നുള്ളത് നമ്മൾ അന്വേഷിക്കാറില്ല. ഈ ഭക്തി കൊണ്ട് ആൾക്കാർ ഒരുപാട് പേർ വരുന്നുണ്ടാവും, ഒരുപാട് ഭക്തന്മാരെ കണ്ടു കാണും, കാര്യങ്ങൾ സാധിക്കാൻ വരുന്ന ഒരുപാട് പേര് കണ്ടു കാണും. ഒരു ഭക്തനും ഒരിക്കലും ചോദിക്കരുതാത്ത, ഭഗവാനോട് ചോദിക്കരുതാത്ത ഒരു കാര്യം എന്തായിരിക്കും? മറ്റൊരുത്തൻ്റെ നാശം എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ അടുത്ത്, ഒരു ഭഗവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഭഗവാന്റെ അടുത്തും പ്രാർത്ഥിക്കാൻ പാടില്ല. അത് നമ്മൾക്ക് തന്നെ സ്വയം ഏറ്റവും വലിയ വിപത്തും നാശം ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണത്. ഒരിക്കലും ദൈവത്തോട് ചോദിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പ്രകൃതിയിൽ വന്ന നമ്മളെല്ലാവരും തുല്യരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മനുഷ്യജന്മം കിട്ടിയ നമ്മൾ അടുത്തൊരു മനുഷ്യൻ്റെ നാശം, വൈരാഗ്യം ഉണ്ടായിരിക്കാം, പക്ഷെ അവൻ്റെ ഒരു നാശം എന്ന് പറഞ്ഞ് ചിന്തിച്ചാൽ അവന് സ്വയം നാശം ഉണ്ടാവും എന്നുള്ളതിൽ വളരെ സത്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഭക്തന്മാരെ കണ്ടതിൽ വെച്ച് ഏതെങ്കിലും ഒരു ഭക്തൻ്റെ പറയാൻ പറ്റുന്ന ഒരു അനുഭവം വിവരിക്കാമോ? മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം. അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലൊരു അമ്മയും വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളുമുള്ള ഒരു സ്ത്രീയാണ് വന്നത്. അവർ വന്നിട്ട് പറഞ്ഞു, മകൾക്ക് തീരെ സുഖമില്ല, അപ്പം അതുകൊണ്ടൊന്ന് സ്വാമി ഒന്ന് നോക്കിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളും കാരണങ്ങളും വെച്ച്. ഞാൻ പറഞ്ഞു നോക്കാം, എന്തായാലും സ്വാമിയുടെ അടുത്ത് പ്രാർത്ഥന ചെയ്യൂ, എന്നിട്ട് നമ്മൾക്ക് കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ മകളെ അവിടെ നിർത്തിയിട്ട് അവർ മാത്രം വന്നിട്ട് എന്നോട് സംസാരിച്ചു. വളരെയധികം കണ്ണീര് കൊണ്ട് കൈ കഴുകിട്ട. +2 പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, 10th പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ഭർത്താവ് ഇൻറ്റീരിയർ വർക്കാണ്. അങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. 3 വർഷമായിട്ട് മാനസിക രോഗത്തിന് ചികിത്സിക്കുന്നതാണ്. 3 വർഷമായിട്ട്. അമ്മേനല്ല, ഈ മകൾക്ക് ഇങ്ങനെ ചികിത്സ നടത്തി. ഞങ്ങൾ പോവാത്ത ഇതുകളില്ല, ഒരുപാട് പൈസ ചിലവാക്കി. അവസാനം അവരെ ഭർത്താവ് മകളെയും ഈ സ്ത്രീനെയും ഇവരുടെ വീട്ടിലാക്കി. മകനും അദ്ദേഹം ആക്കി. ഇനി നമുക്ക് ബന്ധം വേണ്ട എന്നുള്ള തരത്തിൽ ഒഴിവാക്കാനായിട്ടുള്ള കാര്യങ്ങളായി ചെയ്തു. പ്രശസ്ത സൈക്യാട്രി ഡോക്ടേഴ്സിനൊക്കെ കണ്ടു, കൺസൾട്ട് ചെയ്തു, മെഡിസിൻ കൊടുത്തു, കാര്യങ്ങളായി. അപ്പോൾ അവരെല്ലാം പറഞ്ഞു, ഇത് വേറെ എന്തോ കൂടിയുണ്ട്, നിങ്ങൾ നല്ലപോലെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവികമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 1-2 ശാന്തിമാരെയൊക്കെ കണ്ട് ഹോമം കർമ്മങ്ങളൊക്കെ ചെയ്തു. മറ്റേ പിതൃക്കള ദോഷം, പല ദോഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആണ് നമ്മളെടുത്ത്. എനിക്കിതൊന്നും അറിയില്ല. അങ്ങനെ വന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, തൽക്കാലം ഞാൻ നിങ്ങൾക്കൊരു ശാന്തതയ്ക്ക്. അപ്പോഴാണ് ശ്രീ പറയുന്നത്, ശാന്തത എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല സ്വാമി. രാത്രി കട്ടിലിൻ്റെ മുകളിൽ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും നേരം വെളുക്കുന്നത് വരെ. അമ്മ വാതിൽ ഉള്ളിൽ നിന്ന് ഓടാമ്പൽ പൂട്ടിയിട്ട്, ചാവി പൂട്ടിയിട്ട് അരയിൽ വെച്ചിട്ട് അവിടെ പായിട്ട് കിടക്കും. കുറേ നടക്കുമ്പോൾ ചിലപ്പോൾ ഒരു 15 മിനിറ്റ് അങ്ങനെ ഇരിക്കും. ബാക്കിയൊക്കെ നടത്തം തന്നെയാണ്. അപ്പോൾ ഇവരെ വീട്ടിലേക്ക് ഇത് വേണ്ടാന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് 6 മാസത്തോളമായി. 6 മാസം അമ്മ ഇങ്ങനെയാണ്, പകലും നോക്കി നടക്കണം, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകും. അങ്ങനത്തെ ഒരവസ്ഥയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, തൽക്കാലം ശാന്തതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരമായിട്ട് ഞാൻ ചെയ്തുതരാം, ശാശ്വതമല്ല, താൽക്കാലികമാണ്, എന്നിട്ട് നോക്കിയിട്ട് അടുത്ത കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ എനിക്കും കോൺഫിഡൻസ് ഇല്ല, ഇത്രയും ഡീപ്പായിട്ടുള്ളൊരു പ്രശ്നം. എന്തായാലും നമ്മുടെ ഗുരുകാരണവന്മാരും കളരി പാരമ്പര്യങ്ങളായിട്ടുള്ള ദൈവങ്ങളെയൊക്കെ നമ്മൾ ഉപാസിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ചേച്ചിയുടെ കാര്യത്തിന് എന്തെങ്കിലും നിവൃത്തി ഉണ്ടാവും, മനസ്സമാധാനമായിട്ട് പോയിക്കോളൂ, നല്ലപോലെ പ്രാർത്ഥിക്കുക, ഉള്ളൂരിക്ക് ചേച്ചി പ്രാർത്ഥിക്കുക. മകൾക്ക് വേണ്ടിയിട്ട് അമ്മയുടെ സമർപ്പണമാണ് ഇവിടെ പറ്റുള്ളൂ, അവർക്കിപ്പോൾ നല്ല മൈൻഡിലല്ല. അങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നാളെ ഇതേ സമയത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, നാളികേരം കൊണ്ടുവന്നാൽ ദോഷങ്ങളെ ആവാഹിച്ചിട്ട് ഞാൻ നാളികേരം മുട്ടിയിട്ട് ആ ഇപ്പം നിൽക്കുന്ന ബാധകളും അല്ലെങ്കിൽ ദോഷങ്ങളും മാറ്റിത്തരാം. അതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ട് ആവശ്യമായ കാര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റന്നാളെ ഒരു നാളികേരം കൊണ്ടുവന്നു, അത് മുട്ടി അവർക്കൊരു ചരട് ജപിച്ച്
കെട്ടിക്കൊടുത്തു. അതിനുശേഷം അവർ ഉറങ്ങി തുടങ്ങി കൃത്യമായിട്ട്. പിന്നെ മൈൻഡിൽ കുറച്ച് ഇവർക്ക് കൺട്രോളായി കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഭഗവാൻ ഇത്ര ദിവസം ഇവരുടെ പേരും നക്ഷത്രത്തിലുള്ള കാര്യസാധ്യ പൂജ എന്ന് പറഞ്ഞിട്ട് ചെയ്യുക. അതായത് ഇവരുടെ മനോനിലയും അതുപോലെ തന്നെ ശാരീരിക നിലയും വളരെ ഇതാണ്. ശാരീരികമായിട്ട് വളരെ മെല്ലിച്ചു, ഭക്ഷണമൊന്നും ഇല്ലാതെ. അതും കൂടിയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ നിന്ന് നെയ്യ് ജപിച്ചിട്ട് തരാം. അപ്പം അതിൽ ഒരു അസ്വസ്ഥത കുറവുണ്ടെങ്കിൽ അത് മാറും. പിന്നെ ഞാൻ അതിൽ ഒരു 1-2 കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ കൊടുത്തു വിട്ടു. എന്നിട്ടൊരു 7 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വരാൻ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇപ്പം നോർമലായിട്ട് അവളോട് കുളിക്കാൻ പറയേണ്ട സമയത്ത് കുളിക്കും, ഭക്ഷണങ്ങൾ കൊടുത്താൽ അതാത് സമയങ്ങളിൽ കഴിക്കുന്നുണ്ട്. വളരെയധികം മാറ്റമുണ്ട്. നമ്മൾ ഈ 3 വർഷം പല കാര്യങ്ങളും ചെയ്തിട്ടില്ലാത്തൊരു മാറ്റമുണ്ട്. അപ്പം എൻ്റെ മനസ്സും പറയണ്ട, എൻ്റെ ഭഗവാൻ എനിക്കത് നടത്തി തരും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. പറഞ്ഞു ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഈ 10 ദിവസം കഴിഞ്ഞപ്പോൾ ഈ നെയ്യ് മാനസിക രോഗത്തിൻ്റെതായിട്ടുള്ള മാറാനുള്ള മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങളാൽ നമ്മളത് ജപിച്ച് പ്രാർത്ഥിച്ച് കൃത്യമായിട്ട് കൊടുത്തു. അതിൽ 1-2 ദ്രവ്യങ്ങളും ചേർക്കേണ്ടതുണ്ട്. അത് ചേർത്ത് കൊടുത്തു. ആ കുട്ടി വളരെ നല്ല രീതിയിൽ മാറി. അവരെ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഹസ്ബൻഡ് വന്ന് കണ്ടു, സംസാരിച്ചു. പഴയ ആളല്ല. കുട്ടികളുടെ കേസ് പിന്നെ ഇവിടെ നിന്ന് ഫോൺ ചെയ്യാറുണ്ട് മകനെ, നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, എല്ലാ വിവരങ്ങളും അന്വേഷിക്കാറുണ്ട്. അങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ആ ഭർത്താവ് വന്ന് അവിടെ ഇവരെ കൂട്ടിക്കൊണ്ടുപോകാൻ ഉള്ള കാര്യങ്ങളായി. പിന്നെ അവിടുത്തെ വാർഷിക ഉത്സവത്തിന് അവർ കുടുംബസമേതം വന്ന് ഊട്ടിലും അവിടെ പാട്ടുത്സവത്തിലും എല്ലാവരിലും പങ്കുകൊണ്ട് എൻ്റെ കാലൊക്കെ തൊട്ട് നമസ്കരിച്ചിട്ട് അവർ പോയത്. അവരുടെ കുടുംബം അങ്ങനെ തന്നെ നമ്മളുടെ പോലും ചിന്തിക്കാതെയും അതുപോലെ തന്നെ ഞാൻ തന്നെ ഭഗവാനെ കണ്ടു എന്ന് പറഞ്ഞ പോലുള്ള ഒരു അവസ്ഥയിൽ ഉണ്ടായ നിമിഷമാണ് അത്. അപ്പൊ അതിന് പ്രത്യേക എന്തെങ്കിലും പൂജാവിധികളോ അങ്ങനെ ഉണ്ട്, ചെയ്തിട്ടുണ്ട്. അവരതിന്റെ പൈസ ഒക്കെ തന്ന് വളരെ ആത്മാർത്ഥപൂർവ്വം. അവർക്ക് എന്ന് വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് നല്ല റിസൾട്ട് അല്ലേ. റിസൾട്ട് മീൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ 3 വർഷം അലഞ്ഞ് നടന്നിട്ട് ഒന്നും. അപ്പൊ ഇത് ശരിക്കും ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആയിരുന്നോ? അതെ, ബാധാദോഷമുണ്ട്. കൃത്യമായിട്ടുള്ള ബാധാദോഷമുണ്ട്. അങ്ങനെ മാനസിക നില തെറ്റിപ്പോയതാണ്. അതെ. കേട്ടതിൽ വളരെ സന്തോഷം. അതെ, എത്ര ചോദിച്ചാലും കൂടുതൽ ചോദ്യങ്ങളാണ് മനസ്സിൽ വരുന്നത്. അതെ, ഇനിയും ഒരു മണിക്കൂർ നീളുന്ന ചോദ്യം എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് സമയപരിധി കാരണം നമുക്ക് നിർത്തിയാലേ പറ്റുള്ളൂ. അതെ, എന്തായാലും കൂടുതൽ ചോദ്യങ്ങൾ പ്രേക്ഷകർക്കാണെങ്കിലും ചോദിക്കാനുണ്ടാവുമെന്നറിയാം. ചോദ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അടുത്ത ഒരു എപ്പിസോഡ് കൂടെ ഇതുപോലെ തീർച്ചയായിട്ടും ചെയ്യും. എന്തായാലും ഇത്രത്തോളം ഞങ്ങളോടൊപ്പം ഇരുന്ന് ഞങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഞങ്ങൾക്കും നിങ്ങൾക്കും വേണ്ടി ഉത്തരം നൽകിയ രാമചന്ദ്ര സ്വാമിക്ക് ഞങ്ങളുടെ സ്പാർക്ക് ടോക്സിൻ്റെ പേരിൽ നന്ദി. നമസ്കാരം.